നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ സമരം തള്ളി സർക്കാരിന് പുച്ഛമെന്ന പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളി സർക്കാർ. സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി എം ബി രാജേഷ് വിമർശിച്ചു. കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമെന്നും മന്ത്രി ആരോപിച്ചു. ഇതോടെ സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഗ്രാന്റ് സ്കോളർഷിപ്പ് അട്ടിമറി, കോളേജിൽ SFI പ്രതിഷേധം. പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് SFI പ്രതിഷേധം. കോളേജ് ജീവനക്കാർ ചേർന്ന് SC ST OBC വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് സ്കോളർഷിപ്പ് അട്ടിമറിച്ചതിലാണ് പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ 2023-24 അധ്യയന വർഷങ്ങളിലെ ഗ്രാന്റ് സ്കോളർഷിപ്പ് തുകയാണ് ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തത്. സ്കോളർഷിപ്പ് ക്രമക്കേടിൽ കോളേജിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും പങ്കുണ്ടെന്ന് SFI ആരോപിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും SFI ആവശ്യപ്പെട്ടു. കുറുപ്പുംപടി പീഡനം, പെൺകുട്ടികളുടെ അമ്മ കസ്റ്റഡിയിൽ. പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ 10-12 വയസ്സുള്ള സഹോദരിമാരെ അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ അമ്മ കസ്റ്റഡിയിൽ. അറസ്റ്റിലായ ധനേഷ് പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയായിരുന്നുവെന്ന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറുപ്പുംപടി പോലീസ് അമ്മയെ പ്രതിയാക്കി പുതിയ കേസെടുത്തത്. പെൺകുട്ടികൾ പീഡനത്തിനിരയായ വിവരം അമ്മ അറിഞ്ഞിട്ടും മറച്ചുവെക്കുകയായിരുന്നു. ധനേഷിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ തടയാനോ ഇവർ ശ്രമിച്ചിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണ സംഘം പെൺകുട്ടികളുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി ഇന്ന് വിളിപ്പിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം, 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കാട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൽ നടപടി നേരിട്ട വിദ്യാർത്ഥി ഇന്ന് പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. നടപടി നേരിട്ട വിദ്യാർത്ഥിയാണ് 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചത്. ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നു മുതൽ 3 ദിവസം മഴ തകർക്കും. യെല്ലോ അലർട്ട്. കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇത് പ്രകാരം ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് മഴ സാധ്യത ഏറ്റവും ശക്തം.